ഹലോ ചൂടല്ലേ ഇപ്പൊ മാം ഐസായി ഹലോ നമ്മളെവിടേക്ക് പോണേ നമ്മള് ബർത്ത്ഡേ എവിടെയാ സെലിബ്രേറ്റ് ചെയ്യാൻ പോണേ വാവേ ഇങ്ങനെ കാണിച്ചേ ഓക്കെ അയ്യോ പാട്ട് വെക്കാം പാട്ട് അയ്യോ ഞങ്ങളിവിടെ ശോഭയിലെത്തി. ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം, കേക്ക് കട്ട് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ബർത്ത്ഡേയുടെ കേക്കുമ്പോൾ ഞങ്ങൾ അവരുടെ പേരൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് എഴുതാൻ പോവാണ്. മാം തന്നെ എഴുതാൻ പോവായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ കൂടി എഴുതി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കണം. അങ്ങനെ ബർത്ത്ഡേ കേക്ക് ഞങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ശോഭയിൽ ഞങ്ങൾ ഫുഡ് കോർട്ടിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ എല്ലാവർക്കും മാം തന്നു. പിന്നെ മാമിന് ഭയങ്കര സന്തോഷമായിരുന്നു. മാമിന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മതി, അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്ന ഒരു ടൈപ്പ് ആളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മാമിനെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനും മാമിന് ഗിഫ്റ്റ് കൊടുക്കാനും സർപ്രൈസ് ചെയ്യാനും അങ്ങനെ കാര്യങ്ങളൊക്കെ. ഞങ്ങൾ മാമിനെ കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഇവിടെ തന്നെ പല സ്ഥലങ്ങളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാമിനെ കൊണ്ട് കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഉള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുക്കാൻ പോവാണ് കേട്ടോ. ചൂടല്ലേ അകലെ ആകുമ്പോഴാണ് തണുപ്പ്. ഞാൻ വീഡിയോ എടുക്കാം, നീ ചൂട് തണുപ്പ് പറഞ്ഞോളോ. ഞാൻ മാമിന് ഒരു ഐഡിയ ഇല്ല എവിടെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ. മാം കണ്ടിട്ടുമില്ല, ഇതിനെ പറ്റി ഒരു കാര്യം അറിയില്ല മാമിന്. അപ്പോൾ എവിടേക്കും പോകാനൊന്നും അറിയില്ല. എല്ലായിടത്തേക്കും പോകുന്നുണ്ട്. ശരിക്കും ഞങ്ങൾ വെച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാം പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെറിയ ക്ലൂസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളത് ചെറിയ ചെറിയ ക്ലൂ ഒക്കെ കൊടുത്തു കേട്ടോ. ഇപ്പൊ മാം ഐസായി. വീണ്ടും തണുപ്പ്. വെല്ലോറ് ഗിഫ്റ്റൊക്കെ അത് വേറെ ആളുടെ. രണ്ടിട ചെറുതാകെ കൊടുത്തിട്ട് ഒന്ന് കിട്ടി. ഇനിയുണ്ട്, മൂന്നെണ്ണുണ്ട്. വായോ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, കണ്ടുപിടിക്ക്. ഇതേപോലെ നോക്കിക്കോ. ഒരെണ്ണം കൂടി കിട്ടി, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. വൺ മോർ. നല്ല ചൂടുണ്ട്.
കുഴിച്ചിട്ട് നീ ഇതില് ചേച്ചിയിലൊക്കെ കാണാനില്ലോ ഓ അവരുടെ മണ്ടയിലല്ലേ ഇതെന്റെ വേണ്ട മാം വിളിക്ക് ആ അതന്നെ ജസ്റ്റിനാണ് പൊട്ടിട്ട് മാറ്റട്ടെ ഇതൊക്കെ ഊരി ഇനി അടുത്തത് ആ ഭയങ്കര സ്പെഷ്യൽ മാമിന് മുഖം കിട്ടുന്നില്ല ഫാസ്റ്റ് ട്രാക്ക് വാച്ച് എൻ്റെ വാറണ്ടി കാർഡ് കയ്യിലുണ്ട് എല്ലാ സാധനങ്ങളും ഇങ്ങനെ കിട്ടും ഇങ്ങനെയല്ലേ അപ്പുറത്ത് നിർക്കണമായിരുന്നല്ലേ കൈയടിച്ച് മറിയേ മറിയ കൈയടിക്ക് പിന്നെ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷന് മുന്നേ തന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞ വഴി തന്നെ നമുക്ക് ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈദരാബാദി ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ചു. ആരുമില്ലല്ലോ ഇവിടെ. ഇവിടെ നിൽക്ക്, ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പോലെ നിൽക്ക്. അത് പറിച്ചെടുക്കരുതിട്ട. ഇവിടെ മറ്റൊരു സംഭവം ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ പൊങ്ങി 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 വരുന്ന സാധനം. ആ യൂട്യൂബ് വീഡിയോ വല്ലതും പറയണ്ട. ഹാപ്പി ബർത്ത്ഡേ. അതെ അതെ അവര് പോയിട്ടാ. ഞങ്ങൾ അങ്ങനെ ആഘോഷിച്ചിരിക്കുകയാണ്. ഇതുണ്ടോ ഇത് റെയിലി എനിക്ക് വേണ്ടി ഇട്ട് തന്ന മൈലാഞ്ചിയാണ്. ഇഷ്ടമായോ? ഞങ്ങള് പിന്നെ ഇനി ഞങ്ങൾ നറുക്കെടുക്കാൻ പോവാണ്. ഓക്കെ ആന്റിക് കളക്ഷൻ അല്ലല്ലോ. ആന്റിക് പീസ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയതോ. ഫ്ലൂട്ട്. ഓ ഇത് പൊളി സാധനം. അട്ടക്കി മുറിക്കുന്നത് ദേ മുറുക്കാതെ ശീലുണ്ട് നിനക്ക്. സ്വർണം സ്വർണം എന്തൊരു പിച്ചള.
कितना रुपये 750 പിച്ചള അത് നല്ല റേറ്റ് ഉണ്ട് ഇതിന്. ഇതൊരു കിലോന് 400 രൂപ വിലയുണ്ട്. ഗ്ലാസ് അടിപൊളി. എത്രയാന്ന് വെച്ചോക്കി നീ വേഗം അവിടെ വെക്കും. ആ ഞാൻ വെച്ച് പറഞ്ഞെടുത്തിട്ട് ഞാൻ ഇതെടുത്തിട്ടുണ്ട്. നമ്മുടെ അവിടെ മുനിസിപ്പൽ സ്റ്റാൻഡ് പോരെ. അതെ, മണ്ണെണ്ണ പറഞ്ഞു ചേറാശം കൂടെ പറഞ്ഞു വാങ്ങണോ. മാമിന് ഞങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ചു തരാൻ നല്ല ആഗ്രഹം ഉണ്ട് തോന്നുന്നു. മാമിന്റെ റിയാക്ഷൻ ഞാൻ ഈ ജീവിലെ അല്ല. ഇത് വേണോ മാറി? എനിക്ക് വേണോ? ഇത് വേണോ? കമ്മല് വേണോ? സാറത് നമുക്ക് ഗിഫ്റ്റ് തരാന്ന് വിചാരിച്ച് മനസ്സിൽ വെച്ചിരിക്കുന്നുണ്ട് അല്ലേ? അതൊക്കെ പറഞ്ഞു. അതമ്മ ഗിഫ്റ്റ് 100 രൂപ സാറെടുത്തു, ബാക്കി രണ്ട ഞങ്ങൾക്ക്. അത് ശരിയാ. അല്ലെങ്കിൽ വേണ്ട, മറ്റോടത്ത് വെച്ചാൽ മതി. നമ്മുടെ മേക്കപ്പ് ബോക്സിൽ എന്നിട്ട് ഇത് സ്മാർട്ട് മൂസിൽ നമ്മള് വെക്കുന്നു അല്ലേ? രശ്മി രശ്മിക്ക് എന്തിനാ ലിപ് ബാം കിട്ടിയിരിക്കുന്നു. ഹെയർ ഓയിലാണോ അത്? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. അങ്ങനെ ഞങ്ങളുടെ ഗീവ് അവേ വിന്നറിനെയൊക്കെ ഞങ്ങൾ അനൗൺസ് ചെയ്ത് എല്ലാ പരിപാടികളും കഴിഞ്ഞു. കേക്ക് കട്ടിങ് കഴിഞ്ഞ്, ഫുഡ് കഴിക്കൽ കഴിഞ്ഞ്, എൻ്റർടൈൻമെൻറ്റ് എല്ലാം കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീണ്ടും ഓഫീസിലേക്ക് പോവുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്ന ലഞ്ച് ടൈമിൽ 12 മണിക്കാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഓഫീസിൽ എത്തി വീണ്ടും ഞങ്ങൾ ബാക്ക് ടു വർക്ക്. അങ്ങനെ ഇന്നത്തെ ഒരു വളരെ ഹാപ്പിയസ്റ്റ് തുടങ്ങി അവസാനിക്കാൻ പോവാണ്. ഞങ്ങളിപ്പോൾ തിരിച്ച് വീണ്ടും ഓഫീസിലെത്തി. അങ്ങനെ മാമിൻ്റെ ബർത്ത്ഡേ എല്ലാം ആഘോഷിച്ചു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ വീണ്ടും ഓഫീസിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം വളരെ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയതാണ്. മാം ഞങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ തന്ന ലിപ് ബാമാണിത്. അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും